إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ കുടുംബങ്ങളുടെ കാര്യം അതീവ അപകടകരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകൾ, പ്രേമവും ഒളിച്ചോട്ടങ്ങളും അവിഹിതങ്ങളൊക്കെ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വന്ന വാർത്തകളൊക്കെ ഏതൊരു മനസ്സാക്ഷിയെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. കഴിഞ്ഞ 16-ാം തീയതിയാണ് കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്ന് ഷഹല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു യുവതി, തൻ്റെ 7 വയസ്സുള്ള മകനെയും കൊണ്ട് 3 കുട്ടികളുള്ള ഒരു ആളുടെ കൂടെ ഒളിച്ചോടുകയാണ്. 2 ദിവസം മുമ്പാണ് ഈ നാട്ടിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന് പിടിക്കുന്നത്. കടുത്ത സാമ്പത്തികമായ പ്രശ്നങ്ങളും കടബാധ്യതയും കൊണ്ട് 2 വർഷമായി ഗൾഫിൽ ജോലി ചെയ്യാണ്. ആ ഭർത്താവിനെ അദ്ദേഹം നാട്ടിലേക്ക് വരാനിരിക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് 13 പവൻ സ്വർണവും കൊണ്ടാണ്
അവൾ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. ഞാൻ അവരുടെ കുടുംബത്തെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നുമല്ല. തുടക്കത്തിൽ ഈ വിഷയം സൂചിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് പല പ്രവാസികളും ഇന്ന് മറ്റൊരു നാട്ടിൽ പോയി അധ്വാനിക്കുന്നത്. തൻ്റെ മക്കളുടെ കൂടെ, ഭാര്യയുടെ കൂടെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ മക്കൾക്കും വേണ്ടി ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കടബാധ്യതകൾ തീർക്കാൻ അധ്വാനിച്ച ആ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടാണ് പലരും ഇന്ന് ഇറങ്ങിപ്പോണത്. കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി എൻ്റെ നാട്ടിൽ. നമ്മളൊക്കെ മലയാളികളിൽ നിലയ്ക്ക് ന്യൂസിൽ കണ്ടവരാണ്. നിലമ്പൂര് അകമ്പാടം ചാലിയാർ ഹോസ്പിറ്റലിൽ വെച്ച് അവിടെ വൃത്തിയാക്കുന്ന ക്ലീനിങ് നടത്തുന്ന ഒരു സ്ത്രീ ആ ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് ബക്കറ്റിൽ നിന്നൊരു നവജാത ശിശുവിന്റെ ഡെഡ് ബോഡി കിട്ടുകയാണ്. ആ രംഗം നിങ്ങൾ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവും. ഒരു ബക്കറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ തലക്കെ ഒടിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ആ പെണ്ണിന്റെ ഭർത്താവ് 2 വർഷമായി ഗൾഫിലാണ്. നാട്ടിലെത്തിയിട്ട് 5 ദിവസമായിട്ടുള്ളൂ. 2 വർഷം ഗൾഫിൽ, 8 വർഷത്തെ പ്രവാസ ജീവിതമാണ്. ഗൾഫിൽ പോയിട്ട് 2 വർഷമായി. നാട്ടിലെത്തിയിട്ട് 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അയാളുടെ ഒരു മാനസികമായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വസ്തുത ഉണ്ട്. ഇതൊന്നും എൻ്റെ വീട്ടിലെത്തില്ല, എന്നെ ബാധിക്കില്ല എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ അങ്ങനെ ആരും, പ്രിയമുള്ളവരെ, വിചാരിക്കണ്ട. ഒരു മരണ വാർത്ത കേട്ടാൽ, മരിച്ചയാളെ കണ്ടാൽ നമ്മൾ എന്താ വിചാരിക്കുക? ആ മരിച്ചു കിടക്കുന്നത് ഞാനാണെങ്കിലോ എന്നാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണെങ്കിലോ എന്നാ ചിന്തിക്കുക. മാരകമായ രോഗം ബാധിച്ച് ഒരാൾ വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ അയാളെ കണ്ട നമ്മളെന്താ കരുതുക? അല്ലെ, ഈ ഒരു അവസ്ഥ എനിക്കാണെങ്കിലോ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്കോ എൻ്റെ മക്കൾക്കോ ആണെങ്കിലോ എന്നാ ചിന്തിക്കുക. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഇത് എൻ്റെ മകളാണെങ്കിലോ എൻ്റെ ഭാര്യയാണെങ്കിലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സൊക്കെ ഭയപ്പെടുക. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഭാര്യമാർ നമ്മിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ മാത്രം നമ്മൾ അവരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആയം എത്രയാണ്? നമ്മുടെ പെൺമക്കളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ബാപ്പ എന്ന നിലയിൽ നമ്മൾ നൽകുന്ന സ്നേഹത്രയാണ്? നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? മാനസികമായ സംഘർഷങ്ങൾ നമുക്ക് മാത്രമല്ല, ഒട്ടനേകം സ്ത്രീകൾ ഈ ഒരു പ്രശ്നം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കണ്ട അല്ലെ, അവിടെ എന്തിനാണ് മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതെന്നാണ്. കാരണം ഞാനാണ് അധ്വാനിക്കുന്നത്, ഞാനാണ് ആ കുടുംബം പോറ്റുന്നത്, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ്, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് ഞാനാണ്. പിന്നെ എന്തിന്റെ കുറവാണ് എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും ഉള്ളതെന്നാണ് നമ്മൾ ചിന്തിക്കുക. അതാണോ മനസ്സെന്ന് പറഞ്ഞാൽ? പ്രിയപ്പെട്ടവരെ, നമുക്ക് മാനസികമായ സംഘർഷങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായിട്ട് അത് പങ്കുവെക്കും. പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിലൊക്കെ ഉള്ള ആളുകളാവുമ്പോൾ, നമ്മളൊക്കെ യഥാർത്ഥ പ്രവാസികളാണ്, നമ്മുടെ ഭാര്യ ഇവിടെ ഇല്ലെങ്കിൽ അല്ലെ, നമുക്കൊരു മാനസികമായ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ, അല്ലെ തൻ്റെ ഓഫീസിലെ എന്താണ് അവിടുത്തെ ഓഫീസറുടെ പെരുമാറ്റം കാരണമൊക്കെ മാനസികമായ വല്ല പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മളെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് നമ്മളതെന്ത് ചെയ്യും? അല്ലെ, കുറച്ചൊക്കെ ഒരു ആശ്വാസം അതിൽ കണ്ടെത്തും. ദീനീപരമായ ആളാണെങ്കിൽ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യും, ദീനീപരമായ കാര്യങ്ങൾ കേട്ട് ദിക്റുകൾ ചൊല്ലി ദുആകൾ ചൊല്ലി ആത്മീയതയിലേക്ക് അയാൾ നീങ്ങും. എങ്ങനെയെങ്കിലും ഒരു സമാധാനം കണ്ടെത്താനുള്ള ശ്രമം നടത്തും. എന്നാൽ നമ്മുടെ ഭാര്യമാരെ സംബന്ധിച്ച്, നമ്മുടെ പെൺമക്കളെ സംബന്ധിച്ച് അവർ നേരിടുന്ന പ്രയാസങ്ങളിൽ, മാനസികമായ പ്രശ്നങ്ങളിൽ സമാധാനം കണ്ടെത്താൻ പലപ്പോഴും അവർക്ക് സാധിക്കുന്നില്ല. നമ്മൾ അവരുമായി കൊണ്ട് സംസാരിച്ചിരിക്കലൊന്ന് കുറവാണ്. നമുക്ക് അധിക സമയവും അവരുമായി കൊണ്ട് സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഇനി ആത്മീയതയിലേക്ക് നീങ്ങണമെങ്കിൽ ഒരു ജുമുഅയിൽ പങ്കെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല.
ഒരു ആത്മീയ സദസ്സുകളിൽ പങ്കെടുക്കാൻ നമ്മുടെ ഭാര്യമാർക്കോ നമ്മുടെ പെൺമക്കൾക്കോ പറ്റണില്ല. അഥവാ നമ്മെ സംബന്ധിച്ച് അവർക്ക് എന്താണ് അത്തരം കാര്യങ്ങൾ കുറവാണെന്ന് അർത്ഥം. അങ്ങനെ വരുമ്പോ അവർ നേരിടുന്ന ഈ മാനസികമായ പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ അവർ സമാധാനം കണ്ടെത്തെങ്ങനെയാണ്? താനുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരാളോട് തിരഞ്ഞെടുക്കും. അത് ഇൻസ്റ്റഗ്രാമിലൂടെയാകാം, ഫേസ്ബുക്കിലൂടെയാകാം, ടെലഗ്രാമിലാവാം. അവരുമായി കൊണ്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്ന ഏതെങ്കിലും ഒരു ആൺ സുഹൃത്തിനെയോ, അതല്ലെങ്കിൽ മുമ്പ് തന്റെ കൂടെ പഠിച്ച 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും തന്റെ കൂടെ പഠിച്ചവന്റെ ഇക്കിളിപ്പെടുത്തുന്ന കാഴ്ചകളിലോ പെരുമാറ്റത്തിലോ ആയിരിക്കും പലപ്പോഴും അവരെന്ത് ചെയ്യുക, അവിടെ സമാധാനം കണ്ടെത്തുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതോ, മാനസികമായ പ്രയാസങ്ങൾ നമുക്ക് മാത്രമല്ല, നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ പെൺമക്കൾക്കൊക്കെ ഉണ്ട്. പക്ഷെ അത് പങ്കുവെക്കാനുള്ള അവസരങ്ങൾ നമ്മെ സംബന്ധിച്ച് അവർക്ക് കുറവാണ്. പ്രത്യേകിച്ച് ഭർത്താവിന്റെ വീട്ടിലൊക്കെ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ എന്ത് ചെയ്യും, ഭാര്യമാരാണെങ്കിൽ അവിടെ എന്ത് ചെയ്യൂല, ഒരിക്കലും ഭർത്താവിന്റെ മാതാവും പിതാവുമായിട്ടൊന്നും തന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ വിഷമങ്ങൾ പങ്കുവെക്കാൻ അവർ മറ്റൊരാളെ അന്വേഷിക്കാൻ അവസാനം അത് വ്യഭിചാരത്തിന്റെ മാർഗത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. വ്യഭിചാരം ഇസ്ലാം പൂർണ്ണമായും എതിർത്ത കാര്യമാണ്. വ്യഭിചാരവുമായി യാതൊരു നിലക്കുള്ള ബന്ധവും സഹായവും നമുക്ക് പറ്റൂല. ഇത് പലപ്പോഴും നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അറിവ് കുറവായിരിക്കും. ഈ ഒരു കാലഘട്ടം ഓരോ വ്യക്തിക്കും തന്റെ വീട്ടിലിരുന്ന് തന്റെ സ്വകാര്യതകളിൽ, തന്റെ വാഹനങ്ങളിൽ, തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളിൽ, മറ്റു പല സംവിധാനങ്ങളിലൂടെയും വ്യഭിചാരത്തിന്റെ പല മേഖലകളിലേക്കും എത്തിപ്പെടാൻ സാധ്യതയുള്ള ഏറ്റവും ചാൻസ് ഉള്ള ഒരു കാലഘട്ടത്തെ നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിന്റെ ഗൗരവം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചരിക്കരുതല്ല ഖുർആൻ പറഞ്ഞത്. വ്യഭിചരിക്കരുതല്ല, വലാ തഖ്റബു സിന. വ്യഭിചാരത്തിന്റെ മേഖലകളിലേക്ക്, അതിലേക്ക് നിങ്ങൾ അടുക്കാൻ പോലും പാടില്ല. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. അത് പ്രിയമുള്ളവരെ, കണ്ണുകൊണ്ടാണെങ്കിലും, കാതുകൊണ്ടാണെങ്കിലും, നാവ് കൊണ്ടാണെങ്കിലും, കൈ കൊണ്ടാണെങ്കിലും, മനസ്സുകൊണ്ടാണെങ്കിലും അതിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല എന്ന ഖുർആനിന്റെ നിർദ്ദേശം. അഥവാ തന്റെ ഭാര്യയെ നോക്കുന്ന നോട്ടം ഒരു അന്യ പെണ്ണിനെ ഒരാൾ നോക്കുന്നുണ്ടെങ്കിൽ അത് അയാളെ കണ്ടുകൊണ്ട് അയാൾ ചെയ്ത വ്യഭിചാരം. തന്റെ ഭാര്യയോട് നടത്തേണ്ട സംസാരം മൊബൈലിലൂടെയോ അല്ലാതെയോ ഒരു അന്യ പെണ്ണിനോട് അയാൾ നടത്തുന്നുണ്ടെങ്കിൽ അത് അയാളെ നാവ് കൊണ്ട് അയാൾ ചെയ്ത വ്യഭിചാരം. ഭാര്യയെ സ്പർശിക്കുന്നത് പോലെ ഒരു അന്യ പെണ്ണിനെ സ്പർശിച്ചാൽ അത് തന്റെ കൈകൾ കൊണ്ട് അയാൾ നടത്തിയ വ്യഭിചാരമാണ്. അഥവാ ഭാര്യയിൽ നടത്തുന്ന ഇടപാടുകൾ അതൊരു അന്യ സ്ത്രീയുമായി ഏതു നിലക്ക് നടത്തിയാലും അത് ഇസ്ലാമിക ദൃഷ്ടിയിൽ പ്രിയമുള്ളവരെ അത് വ്യഭിചാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ കതബ അലാ ഇബ്നി ആദമ ഹല്ലഹു മിനസ് സിന അദ്റക ദാലിക ലാ മഹാല ഫസിനാ അൽ ഐനൈനി അൻ-നദർ വസിനാ അൽ-ലിസാൻ അൻ-നുത്ഖ് വൻ-നഫ്സു തമന്നി വതസ്തഹി വൽ-ഫർജു യുസദ്ദിഖു ദാലിക ഔ യുകദ്ദിബു. ആദം സന്തതിയുടെ ഓരോ ശരീരത്തിനും വ്യഭിചാരത്തിൽ പങ്ക് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെ, കണ്ണുകൊണ്ടുള്ള ഒരാള് കണ്ണുകളുടെ വ്യഭിചാരം അത് നോട്ടാണെന്ന്. കാതുകളുടെ വ്യഭിചാരം അത്തരം കാര്യങ്ങളിലേക്ക് ഒരാൾ ചെവി കൊടുക്കലാണ്. നാവിന്റെ വ്യഭിചാരം സംസാരാണ്. കയ്യിന്റെ വ്യഭിചാരം അത് പിടിക്കലാണ്. കാലിന്റെ വ്യഭിചാരം അത് കാലടി വെക്കലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയണത്, മനസ്സ് മോഹിപ്പിക്കുകയും ആഗ്രഹിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അവസാനം ഗുഹ്യസ്ഥാനം ചെയ്യും, അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കുകയോ അല്ലെങ്കിൽ കളവാക്കുകയോ ചെയ്യും. സഹോദരങ്ങൾ, ഇന്ന് ഈ വ്യഭിചാരം അത് പരസ്യമായും രഹസ്യമായും വ്യാപിച്ചിരിക്കുകയാണ്. വീടിന്റെ ചുമരിന്റെ ഉള്ളിൽ മാതാപിതാക്കൾ അറിയാതെ മക്കൾ കണ്ടിരിക്കുന്ന സൈറ്റുകൾ തന്റെ ഫോണിലൂടെ ചാറ്റിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വീഡിയോ കോളിംഗ് ആകാം, തന്റെ കാമുകിയുമായി കാമുകനുമായി കൊണ്ടുള്ള സംസാരങ്ങളാകാം, അത് ഏതു നിലക്കും വരാം. ഇന്ന് സമൂഹം പല നിലക്കും വ്യഭിചരിച്ചുകൊണ്ടിരിക്കുകയാണ്.
വിദേശത്തുള്ള ഭർത്താവിനെ, ജോലിക്ക് പോയ ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യമാര്, അന്യ സ്ത്രീകളുമായി ചാറ്റ് ചെയ്തും ഷെയർ ചെയ്തും തന്റെ പ്രിയപ്പെട്ട പത്നിയെ ചതിക്കുന്ന ഭർത്താക്കന്മാർ, ഇതൊന്ന് നിത്യ കാഴ്ചയായി സഹോദരങ്ങളെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഞ്ചു നേരം നിസ്കരിക്കുന്നവർ പോലും രഹസ്യമായി ഇത്തരം തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈമാനുണ്ടെന്ന് വിചാരിക്കുന്നവർ പോലും ഇത്തരം അശ്ലീലതകളിൽ അകപ്പെട്ടു പോയ കാഴ്ചകളാണ് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാപത്തിന്റെ ഗൗരവം പലരും പ്രിയമുള്ളവരെ തിരിച്ചറിയണില്ല. വൻ പാപങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ശിർക്കാണ് എങ്കിൽ ആ ശിർക്കിന്റെ കൂടെയും കൊലപാതകത്തിന്റെ കൂടെയും വിശുദ്ധ ഖുർആൻ മൂന്നാമതായി എണ്ണിപ്പറഞ്ഞത് ഈ വ്യഭിചാരത്തെയാണ്. ഖുർആനിലെ നമുക്കൊക്കെ സുപരിചിതമായ ആയത്താണെന്ത്? വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇബാദുർ റഹ്മാനിന്റെ പരമകാരുണ്യകന്റെ പ്രത്യേകതയായി അല്ലാഹു തആല വിശദീകരിച്ചെടുത്തു പറയാണെന്ത്? വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. പരമകാരുണ്യകനായ റബ്ബിന്റെ അടിമകളുടെ പ്രത്യേകതയായി കൊണ്ട് ഖുർആൻ പറയാണ്, അള്ളാഹുവോടൊപ്പം വേറൊരു ആരാധനയോടും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണവർ. അള്ളാഹു പവിത്രമാക്കി വെച്ചിട്ടുള്ള ജീവനെ ന്യായമായ കാരണങ്ങളില്ലാതെ ഹനിച്ചു കളയാത്തവർ, കൊല്ലാത്തവരാണവർ. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കാത്തവരുമാണ്. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ, ആ കാര്യങ്ങൾ വല്ലവനും ചെയ്യുന്ന പക്ഷം അവൻ അതിന്റെ പാപഫലം കണ്ടെത്തുക തന്നെ ചെയ്യും. അതിനുശേഷം ഖുർആൻ പറഞ്ഞത് യുദാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് അവർക്ക് ശിക്ഷ എന്ത് ചെയ്യുന്നറിയോ? ശിക്ഷ ഇരട്ടിയാക്കിയിട്ട് അല്ലാഹു കൊടുക്കുന്നുണ്ട്. അത്ര ഗൗരവമായി ശിർക്കും കൊലപാതകവും കഴിഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ച മൂന്നാമത്തെ പാപാണിത്, വ്യഭിചാരം. ഈ ഒരു ആയത്ത് അവതരിപ്പിച്ച സന്ദർഭത്തില് ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ ഏറ്റവും വലിയ പാപം ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവായിരിക്കെ അവനക്ക് നീ സമന്മാരെ വെക്കലാണ് ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞു. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുക, ദാരിദ്ര്യം ഭയന്നിട്ട് നിന്റെ മക്കളെ നീ കൊല്ലലാണ്. പിന്നെ പറഞ്ഞു അൻ തുസാനിയ ഹലീലത ജാറുക്, നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കലാണ് എന്ന് ഈ ആയത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് പ്രിയമുള്ളവരെ മറുപടി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ശിർക്കും കൊലയും കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക ദൃഷ്ടിയിൽ ഏറ്റവും വലിയ പാപം അത് വ്യഭിചാരാണ്. മാത്രമല്ല, ഈമാനും വ്യഭിചാരവും ഒരാളിൽ ഒരിക്കലും ഒന്നിക്കൂലെന്ന്. ലാ യസ്നി അസ്സാനി ഹീന യുസ്നി വഹുവ മുഅ്മിനുൻ, ഒരാൾ വ്യഭിചരിക്കുന്നില്ല എന്നാണ്, അയാൾ വ്യഭിചരിക്കുന്ന അവസരത്തിൽ അയാൾ മുഅ്മിനായിക്കൊണ്ട്. മുഅ്മിനാണോ അയാൾ വ്യഭിചരിക്കൂല, അയാൾ വ്യഭിചരിക്കുന്നുണ്ടോ അയാൾ മുഅ്മിനല്ല എന്നർത്ഥം. ഇദാ സനർ റജുലു ഖറജ മിൻഹുൽ ഈമാൻ, ഒരാൾ വ്യഭിചരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? വ്യഭിചരിക്കുമ്പോൾ അയാളിൽ നിന്ന് അയാളെ ഈമാനിന് പുറത്തു പോകും. പിന്നീട് അയാള് തോന്നിവാസത്തിൽ അകപ്പെടും. വ്യഭിചാരം കൊണ്ട് എന്തൊക്കെ തോന്നിവാസങ്ങളാ ലോകത്ത് നടക്കുന്നത് അല്ലെ? കുടുംബ ബന്ധം അതിലൂടെ മുറിയാണ്, മക്കളെ കൊല്ലേണ്ടി വരികയാണ്, അബോഷൻ സംഭവിക്കാണ്, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കൊല്ലാണ്, മതം വിട്ട് മറ്റൊരു മതത്തേക്ക് മാറുകയാണ്. എത്ര ആളുകളാണല്ലേ ഇന്ന് ഇസ്ലാം മതം വിട്ട് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ, പ്രേമത്തിന്റെ പേരിൽ, ഈ ഒളിച്ചോട്ടത്തിന്റെ പേരിൽ ഇസ്ലാം മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് പോയ എത്ര ആളുകളുണ്ട്? ജസ്ലമാരും ഖദീജമാരും ജാമിദമാരൊക്കെ ഇതിന്റെ തെളിവാണ്. വ്യഭിചാരത്തെ പോലെ ഈമാനിനെ കളങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യമില്ല എന്ന്. അത്ര ഗൗരവമായി പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ ശിക്ഷ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് കാരണമായ വലിയ പാപമായി കൊണ്ടാണ് ഇസ്ലാം അതിനെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദുഹറ സിനാ വറിബാ ഫീ ഖറിയ, ഒരു നാട്ടിൽ വ്യഭിചാരവും പലിശയും പ്രകടമായാൽ
ആ നാട്ടിലേക്ക് എന്ത് ചെയ്യുന്നറിയോ? ഫഖദ് ലഅഹല്ലു ബിഅൻഫുസിഹിം അദാബുല്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷ ആ നാട്ടിലേക്ക് ഇറങ്ങുന്നതാണ്. ഒരു നാടിനെ അള്ളാഹു ശിക്ഷിക്കാനുള്ള ഒരു കാരണമായിട്ടോ പറയുന്നത്. മ്ലേച്ഛത ഒരു ജനതയിൽ പരസ്യമായ രീതിയിൽ അത് വെളിവായാൽ പൂർവികരായ ആളുകൾക്ക് ബാധിച്ചിട്ടില്ലാത്ത പകർച്ചവ്യാധികൾ ആ നാട്ടിൽ വ്യാപിക്കുന്നു. അഥവാ പകർച്ചവ്യാധികൾ നാട്ടിൽ വ്യാപിക്കാനുള്ള ഒരു കാരണം പ്രവാചകൻ പഠിപ്പിച്ച എന്താണ്? വ്യഭിചാരം ഒരു നാട്ടിൽ വ്യാപിക്കുക. നിപ്പയും കൊറോണയും ആ നിലക്കുള്ളതൊക്കെ എന്താണ്? ഇതൊക്കെ ഇത്തരം തിന്മകൾ ഒരു സമൂഹത്തിൽ വ്യാപകമായതുകൊണ്ട് അള്ളാന്റെ ശിക്ഷ ഇറങ്ങുന്നതാണ്. ദുനിയാവിൽ മാത്രമല്ല പ്രിയമുള്ളവരെ, ഖബറിലും പരലോകത്തൊക്കെ അവർക്ക് ശിക്ഷ ഉണ്ട്. അടുപ്പിന്റെ ഒരു ഗുഹയിൽ അവരിങ്ങനെ കത്തിയമരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നരകത്തിൽ പ്രവാചകൻ പറയാം, നന്നായി വീർത്ത അതിരൂക്ഷമായ ദുർഗന്ധമുള്ളൊരു വിഭാഗം, അവരുടെ മണം ടോയ്ലറ്റിന്റെ മണയിരിക്കുന്നതിന്. ഞാൻ ചോദിച്ചു അവരാരാന്ന് ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കണത് അവർ വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണ്. ആ നരകത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ പ്രിയമുള്ളവരെ ശൈത്വാൻ പല രൂപത്തിൽ പരിശ്രമിക്കാണ്. എല്ലാവരെയും അതിലേക്ക് നേരിട്ടൊന്നും പിശാച് എത്തിക്കൂല. അങ്ങനെ പിശാചിന് കഴിയണമെന്നില്ല. അതിലേക്കുള്ള കവാടങ്ങൾ തുറക്കുക ചെയ്യുക. അവരാദ്യം ചെയ്യാൻ ആദ്യം അന്യ സ്ത്രീയെ നോക്കും, പിന്നെ അവളുമായി കൊണ്ട് അനാവശ്യമായി സംസാരിക്കും, പിന്നെ അവളുമായി കൊണ്ട് ഒഴിഞ്ഞിരിക്കാൻ സമയം കണ്ടെത്തും. അങ്ങനെ പല മാർഗത്തിലൂടെ എന്ത് ചെയ്യും? പിശാച് അവസാനം ആ തിന്മയിലേക്ക് അയാൾ എത്തിക്കും. അതിനൊന്നും കഴിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്യുന്നറിയോ? ഇന്റർനെറ്റും മീഡിയകളും അത്തരം മാർഗങ്ങളൊക്കെ ഉപയോഗിക്കാൻ പിശാച് പ്രേരണ കൊടുക്കും. അതിലൂടെ ചില ആസ്വാദനങ്ങൾ പിശാച് അയാൾക്ക് കൊടുക്കും. ധാരാളം ആളുകൾ അങ്ങനെ പിശാചിന്റെ കെണിയിൽ പ്രിയമുള്ളവരെ അകപ്പെട്ടു പോകുന്നുണ്ട്. വ്യഭിചാരത്തിലേക്കുള്ള ഇത്തരം കവാടത്തിലൂടെ കടന്ന് അവസാനം അയാൾ എന്ത് ചെയ്യുന്നറിയോ? അവസാനം അയാൾ വ്യഭിചാരത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് അയാൾ എത്തിപ്പെടും, ഒരു സംശയമല്ല. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറാത്തിൻ ഇല്ലാ വമഅഹാ ദു മഹ്റമിൻ വലാ തുസാഫിറുൽ മർഅ ഇല്ലാ മഅ ദി മഹ്റം. ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല എന്നാണ്. ഒരു അന്യ പെണ്ണും ഒരു അന്യ ആണും ഒരു സ്ഥലത്തും ഒറ്റക്കാകാൻ പാടില്ല, മഹ്റം കൂടെയില്ലാതെ. വലാ തുസാഫിറുൽ മർഅ, ഒരു പെണ്ണിന് യാത്ര പോകാൻ പാടില്ല, ഉംറ പോലും പറ്റൂല. കൂടെ മഹ്റമായിട്ടുള്ള ആളുകളില്ലാതെ ഒരു പെണ്ണിന് ഉംറ പോലും ചെയ്യാൻ പറ്റൂല. ആണുങ്ങൾക്ക് പൈസയും ആരോഗ്യം ഉണ്ടായാൽ മതി ഉംറ ചെയ്യാൻ. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ച് അവർക്കുള്ള ഷർത്ത് എന്താ? അത് അവർക്ക് പണം വേണം, ആരോഗ്യം വേണം, അതേപോലെ തന്നെ എന്താണ്, അവരുടെ കൂടെ പോകാൻ മെഹ്റം വേണം. അത്ര നിബന്ധന വെച്ചു ഇസ്ലാം. ഇല്ല എങ്കിൽ പ്രവാചകൻ പറയാം, മൂന്നാമതായിട്ട് അവിടെ ആര് വരും? അവിടെ പിശാചു വന്നിരിക്കും. പ്രവാചകന്റെ വാക്കാണ്. ലാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. വഹ്യ പ്രകാരമല്ലാതെ പ്രവാചകൻ സംസാരിക്കൂല. പ്രവാചകൻ ഒരിക്കലും കളവ് പറയില്ല. അവിടെ മൂന്നാമത് ശൈത്വാൻ വരുമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വന്നിരിക്കും തീർച്ച. അതുകൊണ്ട് അന്യ സ്ത്രീകളുമായിട്ടുള്ള ചാറ്റിങ്ങും ഫോൺ വിളിയും അവരോട് ഒറ്റയ്ക്കിരുന്നുള്ള സംസാരങ്ങളും വീഡിയോകളും ചിത്രങ്ങളൊക്കെ ഇതൊക്കെ ആസ്വദിക്കുന്നത് വ്യഭിചാരത്തിന്റെ ഒരേ ഇനാണ്. അതേത് നിലക്കാണെങ്കിലും പ്രിയമുള്ളവരുടെ വ്യഭിചാരത്തിന്റെ ഗണത്തിൽ പെടും. അതുകൊണ്ടാ പ്രവാചകൻ എത്രത്തോളം സൂക്ഷിക്കാൻ പറഞ്ഞു നിങ്ങൾ. ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫ. നിങ്ങൾ ആണുങ്ങളോട് സംസാരിക്കുമ്പോഴേ, അന്യ ആണുങ്ങളോട് സംസാരിക്കുമ്പോ സ്ത്രീകളോട് പറയാണ് കൊഞ്ചിക്കൊയഞ്ഞ് സംസാരിക്കാൻ നിൽക്കണ്ടാന്ന്. ഒരു അനുനയ സ്വരത്തില് അവരോട് സംസാരിക്കാൻ നിൽക്കണ്ട. കാരണം മനസ്സിൽ രോഗമുള്ളവർക്ക്, പ്രവാചകൻ അത് പഠിപ്പിക്കുകയല്ലേ, മനസ്സിൽ രോഗമുള്ളവർക്ക് നിങ്ങളോട് മോഹം തോന്നിപ്പോകുന്നു. അഥവാ ലൈംഗിക ചിന്തയും വികാരവും അവർക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അന്യ ആണുങ്ങളുമായി സംസാരിക്കുമ്പോൾ കൊഞ്ചിക്കൊയഞ്ഞ് സംസാരിക്കേണ്ടെന്ന് ആരോട്? സ്ത്രീകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വ്യഭിചാരം പ്രിയമുള്ളവരെ സമൂഹത്തിൽ നിന്ന് വ്യാപകമാണ്. കുട്ടികൾ മുതൽ പടുവൃദ്ധരായ സ്ത്രീകൾ വരെ
ഈ ലൈംഗികമായ അതിക്രമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ചേർത്തു പിടിക്കേണ്ട ആളുകൾ വരെ ചൂഷണം ചെയ്യുക. ആത്മീയത പറയുന്നവരും പഠിപ്പിക്കുന്നവർ വരെ തന്റെ ഇരട്ട മുഖം ഇന്ന് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വന്തം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിനികളിൽ പോലും. അവസാനം പിതാവാരാണ് എന്നറിയാത്ത കുട്ടികൾ ജനിക്കുക, മാരകമായ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ഒരു തിന്മയിൽ അകപ്പെടാതിരിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഒന്ന്, തിന്മകളെ തിന്മകളായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുക. രണ്ടാമത്തെ, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുക. അഥവാ നമ്മുടെ കണ്ണിന്റെ കള്ളനോട്ടങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ രഹസ്യമാക്കുന്നതൊക്കെ ആർക്കറിയും? റബ്ബിനറിയാമെന്ന ഒരു ബോധം പ്രിയമുള്ളവർ ഏതു സമയത്തും നമുക്ക് ഉണ്ടാകാന്നുള്ളതാണ് ഈ ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം. അതോടൊപ്പം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ. അല്ലേ? ഇവിടെ അഫാഫ് എന്താ? അഫാഫ് എന്ന് പറഞ്ഞാല് ലൈംഗിക വിശുദ്ധിയാണ് അതുകൊണ്ട് ഉദ്ദേശം. ഈ പ്രാർത്ഥന നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരും മനപ്പാടാക്കേണ്ട പ്രാർത്ഥനയാണ്, എപ്പോഴും നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. എല്ലാവരും ഈ പ്രാർത്ഥന പഠിക്കണം. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, ഒരു സ്ത്രീയെ, ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ല എന്താ അറിയും? നിനക്ക് നല്ലത് നിന്റെ തലയിൽ ഒരു സൂചി നീ കുത്തിയിറക്കലാണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക. ഇത്തരം തിന്മകളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഏതു സമയത്തും പിശാച് ഇതിലേക്ക് എത്തിക്കാൻ നമ്മളെ വല വിരിച്ച് കാത്തിക്കുകയാണ്. ആ പിശാചിന്റെ കെണിയിൽ പെടാതിരിക്കാൻ, പ്രത്യേകിച്ച് ഈമാനുള്ള ആളുകളെ പിശാച് ഇതിലേക്ക് എത്തിക്കാൻ ഏറ്റവും നന്നായി പരിശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി പ്രിയമുള്ളവരെ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം തിന്മയെ തൊട്ട് നമ്മെല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.